റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ക്യാൻസർ രോഗികൾ ദുരിതത്തിൽ. വെബ്സൈറ്റ് നിശ്ചലമായതിനെ തുടർന്ന് ഒരു മാസമായി പെൻഷൻ പുതുക്കാനാകുന്നില്ല. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളാണ് കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം അക്ഷയ സെന്ററുകളും വില്ലേജ് ഓഫീസുകളും കയറിയിറങ്ങുന്നത്. ഒരു വർഷത്തേക്കാണ് റവന്യൂ വകുപ്പ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഒരു വർഷമാകുമ്പോൾ പുതുക്കിയില്ലെങ്കിൽ പെൻഷൻ നഷ്ടമാകും. പുതിയ പെൻഷന് അപേക്ഷിക്കേണ്ടതും ഇതേ വെബ്സൈറ്റ് വഴിയാണ്. വലിയ ബുദ്ധിമുട്ടിലാണെന്ന് രോഗികളും ബന്ധുക്കളും പറയുന്നു. ഞാൻ വിളിച്ചതേ പിന്നെ നമ്മുടെ ഈ ക്യാൻസർ പേഷ്യൻസിനുള്ള പെൻഷൻ 12 മാസം കഴിയുമ്പോൾ പുതുക്കണല്ലോ, പുതിയത് കിട്ടണമെങ്കിൽ. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് സൈറ്റ് ഡൗൺ ആണ്. അപ്പൊ ചേട്ടൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണ്. അപ്പൊ ഈ ബുദ്ധിമുട്ടുണ്ടോ? അക്ഷയയിലൊക്കെ പോയിരുന്നു തോന്നല്ലേ? പോയിരുന്നു. അവിടെ പോയി താലൂക്കിൽ പോയി അവരെ അറിയിക്കാന്ന് പറഞ്ഞു. സൈറ്റ് ഇപ്പോഴും ഇല്ലാതിരിക്കാൻ ആ സൈറ്റ് ശരിയാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. ഫെബ്രുവരിയിലാണ് പുതുക്കാവുള്ളത്. താലൂക്ക് എവിടെയാ വരിക? താലൂക്ക് ഓഫീസ് വർക്കല താലൂക്ക് ഓഫീസ്. ഓക്കെ. അപ്പൊ അവിടെ അവര് പറഞ്ഞു എല്ലാം കംപ്ലീറ്റ് ഡൗൺ ആയിട്ടൊക്കെ നിങ്ങളൊന്നും കൊണ്ട് പേടിച്ചില്ല, ഉടനെ 6 മാസത്തിനകത്ത് ചെയ്താൽ മതി. 3 ആഴ്ചയായി കൊണ്ടു കൊടുത്തപ്പോ ഞാൻ അവിടെ നേരിട്ട് താലൂക്കിൽ കൊണ്ടുപോയായിരുന്നു, തിരുവനന്തപുരത്ത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നാ പറ്റൂല, അക്ഷയയിൽ കൊണ്ടുപോകുക. ഞാൻ 3 ആഴ്ച കൊണ്ട് ഇവിടെ അക്ഷയയിൽ പോവുകയാണ്, എന്നിട്ട് ശരിയാവുന്നില്ല. ഓക്കെ. അത് കിട്ടാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അമ്മ? 86 വയസ്സായി അമ്മയ്ക്ക്. പിന്നെ ഞാനും ഒരു ഹാർട്ട് രോഗിയാണ്. നമ്മൾ അടുത്തൊരു കുട്ടിയും കൂടെ ഉണ്ട്, ബിന്ദു. അവർക്കും കിട്ടുന്നില്ല. പക്ഷെ ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് അവര് പറയുന്നത് സൈറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. TB രോഗികൾക്കും പെൻഷൻ പുതുക്കേണ്ടതും അപേക്ഷിക്കേണ്ടതും ഇതേ വെബ്സൈറ്റ് വഴിയാണ്. TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഗുഡ് മോർണിംഗ് സുജിയ. ഗുഡ് മോർണിംഗ്. ഒരു വർഷം കഴിഞ്ഞാൽ പുതുക്കാൻ ഈ ഒരു സൈറ്റ് അല്ലാതെ മറ്റൊരു മാർഗമില്ല. മാനുവലായി പുതുക്കുന്നതിനായിട്ടുള്ള അങ്ങനെയുള്ള ഓഫീസുകളിലേക്ക് എത്താനും സാധിക്കില്ല. ക്യാൻസർ രോഗികൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ട ഒരു വിഭാഗം കൂടിയാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട്, അതായത് കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസം പിന്നിട്ടിരിക്കുന്നു ഈ തകരാർ സംഭവിച്ചിട്ട്, എന്താണിത് പുതുക്കാത്തത്? സുജിയ, അതിലാണ് ഇനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടത്. സൈറ്റ് ഡൗൺ ആണ് എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഒരു മാസമായിട്ടും എന്തുകൊണ്ടത് പരിഹരിക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് മറുപടി തേടേണ്ടത്. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എന്തായാലും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. സുജിയ, സംസ്ഥാനത്താകെ 1600-ലേറെ വില്ലേജുകളുണ്ട്. ഓരോ വില്ലേജിലും ശരാശരി 200-നടുത്തെങ്കിലും ക്യാൻസർ രോഗികളുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ രോഗികളിൽ ഭൂരിപക്ഷം പേരും ഈ ക്യാൻസർ പെൻഷൻ വാങ്ങിക്കുന്നവരാണ്. പ്രതിവർഷം 1 ലക്ഷത്തിൽ കുറവ് വരുമാനമുള്ള എല്ലാവർക്കും ഈ പെൻഷൻ കിട്ടും. പക്ഷേ ഈ പെൻഷൻ്റെ പ്രത്യേകത എല്ലാ വർഷവും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് അവരുടെ പാസ്ബുക്കും ആധാറും അതുപോലെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും വെച്ച് അത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ 12 മാസം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള പുതിയ പെൻഷനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ വെബ്സൈറ്റ് വഴിയാണ്. ഈ വെബ്സൈറ്റ് കഴിഞ്ഞ ഒരു മാസമായി ഇപ്പോൾ ഡൗൺ ആണ്. രോഗികൾ ചെയ്യുന്നത് അവർ അക്ഷയ സെൻറ്ററിലേക്ക് പോകുന്നു. അക്ഷയ സെൻറ്ററിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ സ്വാഭാവികമായി വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നു. അവരവിടുന്ന് പലരും താലൂക്കിലേക്ക് പോകുന്നു. അവർ വീണ്ടും അക്ഷയയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് പേയാട് ഉള്ള ഒരു രോഗിയുടെ ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അംബിക എന്നാണ് സുജയ ഇവരുടെ പേര്. എന്താണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ട്? അമ്മയ്ക്കാണല്ലോ അസുഖം അല്ലേ? അമ്മയ്ക്കാണ്. ഇപ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ? 8 മാസം കൊണ്ട് പെൻഷനൊന്നും കിട്ടുന്നില്ല. പിന്നെ വില്ലേജിൽ പോയപ്പോഴത്തേക്ക് അക്ഷയയിൽ പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ അതായത് പുതുക്കുന്നതിന് വേണ്ടി. അപ്പം 1 മാസം കൊണ്ട് പോയി വരെയാണ്, കിട്ടുന്നില്ല. പിന്നെ നമ്മളെ പോലെയുള്ള രോഗിക്ക് ഇതൊരു ആശ്വാസം ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് തീർക്കണമെന്ന് ഉള്ള അപേക്ഷയുണ്ട്. എത്ര തവണ പോയി? ഇപ്പോൾ കുറേ തവണ പോയോ? ഇപ്പം 2-3 പ്രാവശ്യം പോയി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് അക്ഷയയിൽ പോയത്. ഫെബ്രുവരി 7-ാം തീയതി. 7-ാം തീയതി. അപ്പോൾ സൈറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞു. സൈറ്റ് ഡൗൺ. എപ്പോഴും 2-3 പ്രാവശ്യം പോയപ്പോഴും സൈറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അക്ഷയം എന്ത് പറഞ്ഞാൽ നിങ്ങൾ അയക്കുന്നത്? എന്താ അവർ പറയുന്നത്? അവർ പറയണത് സൈറ്റ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും വരുമെന്നാണ് പറയുന്നത്. വില്ലേജിലോ താലൂക്കിലോ പോയി അന്വേഷിച്ചോ? അവിടെ പോയി കൊണ്ട് കൊടുത്തപ്പോൾ അവർ വീണ്ടും പറയണം അക്ഷയയിൽ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് വേറെ മറുപടിയില്ല. മറുപടിയില്ല. അപ്പം കഴിഞ്ഞ മാസം 7 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 മാസമായി. നാളെ ആകുമ്പോൾ 1 മാസമാകും. 1 മാസമായി. ഇവിടെ അടുത്തുള്ള ആൾക്കും എല്ലാവർക്കും ഇത് കിട്ടുന്നവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സുജയ, തൊട്ടടുത്ത് തന്നെ മറ്റൊരാളും ഉണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 1666 വില്ലേജുകളിലെ ആ ക്യാൻസർ പേഷ്യൻ്റ് ആയവർക്ക് മിക്കവാറും ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ രോഗികൾ വലിയ ദുരിതത്തിലാണ്. നമുക്ക് അവർക്കായി ഒരു ഇടപെടൽ നടത്താൻ സാധിക്കണം പ്രസാദ്.